ഈ സിസ്റ്റം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റം ഇത്തരത്തിലുള്ള കാരണം പിൻവാതിലിലൂടെ കാര്യങ്ങൾ നടത്തുന്ന പ്രവണത പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്നുള്ള ഒരു പ്രശ്നമാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവന് ഇപ്പോൾ നമ്മൾ പോസ്റ്റിലൊക്കെ കാണുന്നത്. ഇത് ഇവന്റെ സുഹൃത്തുക്കളുമായിട്ടും ഇത് പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti. അത് ഇവന്റെ പോസ്റ്റിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ സമാനമായ ഒട്ടനവധി ഓട്ടോകൾക്ക് അതായത് ഏജന്റുമാർ മുഖേന അപ്ലൈ ചെയ്തിട്ടുള്ള ഒട്ടനവധി ഓട്ടോകൾക്ക് ഇങ്ങനെ പെർമിഷൻ കൊടുത്തതായിട്ട് അവൻ അതിന്റെ നമ്പർ ഉൾപ്പെടെ ഇതിൽ അവന്റെ പോസ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പം ഉള്ളതന്നെ ഉള്ളൂ, ഇപ്പോഴും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും പിൻവാതിൽ കൂടെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുമ്പ് എന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ഗതി ആർക്കും വരരുതെന്ന് ആണ് അപ്പോൾ പറഞ്ഞത്. പോസ്റ്റൽ ഏരിയയാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനു കാരണം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് കുറ്റപ്പെടുത്തുന്ന കുറിപ്പ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് മണിക്കൂറുകൾക്കകം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്നും നാട്ടുകാരും ജനപ്രതിനിധികളും. കീഴ്ശ്ശേരി മുണ്ടമ്പറമ്പ് കോട്ടപ്പറമ്പ് ഷൗക്കത്തലിയാണ് വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ മരിച്ചത്. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് തന്റെ ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ പ്രയാസപ്പെടുത്തിയതിനെക്കുറിച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ് തന്റെ മരണത്തിൽ ഉത്തരവാദിയെന്ന് കുറിപ്പിൽ പറയുന്നു. സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും സർക്കാർ സേവനങ്ങൾ തടസ്സമില്ലാതെയും സുതാര്യമായും ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ വ്യക്തമായ നിലപാടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും TP അഷ്റഫ് അലി MLA അറിയിച്ചു. സംഭവത്തിൽ കർശനമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കുഴിമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് PT മഹ്മൂദ് പറഞ്ഞു. ഇവിടെ ഈ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ആള് ഏകദേശം 30-33 വയസ്സോളം പ്രായമുള്ള ഒരാളാണ്. അതുപോലെ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ട് മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ അനാവശ്യമായ പ്രവണതകൾ പ്രത്യേകിച്ച് MVD ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ള നടക്കുന്ന നമ്മൾ മറ്റ് ഇടപെടലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെതിരെയൊക്കെ ഉള്ളൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് ഇവൻ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവൻ്റെ പോസ്റ്റിലൊക്കെ പറയുന്നത്. അപ്പം കുറേ മാസങ്ങളായിട്ട് ഇവൻ്റെ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവന് അതിൻ്റെ ഓട്ടോ ഫിറ്റ്നസ്സിനും വേണ്ടിയിട്ട് കൊണ്ടോട്ടി MVDനെ എടുത്ത് അവൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ കൊടുത്ത സമയത്ത് ഓട്ടോയിൽ ചില ആൾട്രേഷനൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ ഇവർ അവന് കൊടുത്തിട്ടില്ല. അവർ ഫിറ്റ്നസ് കൊടുത്തില്ല. അപ്പോൾ ഫിറ്റ്നസ് കൊടുക്കാത്ത സമയത്ത് അതേസമയം ഏജന്റുമാർ മുഖേന ഇതുപോലുള്ള ഒരുപാട് ഓട്ടോകൾക്ക് ഇങ്ങനെ ഫിറ്റ്നസ് കൊടുത്തതായിട്ട് ഇവൻ്റെ തുടർന്നുള്ള പോസ്റ്റുകളിലൊക്കെ നേരത്തെ നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം നേരിട്ട് കൊടുക്കുന്ന ഒരാൾ ഏജന്റുമാർ മുഖേന അല്ലാത്ത രീതിയിൽ അവർ അപേക്ഷ കൊടുക്കുന്ന ഒരാളെ തഴയുന്ന ഒരു പ്രവണത MVDൻ്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള ഒരു പ്രതിഷേധം നേരത്തെ തന്നെ ഇവൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സമാനമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു പ്രകൃതക്കാരനാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വേണ്ട നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. അവനെ പ്രതിഷേധിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയത്. തീർച്ചയായും അത് ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. ഏതായിരുന്നാലും ഇതിന് ഇങ്ങനത്തെ ഈ കാരണക്കാരായിട്ടുള്ള കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം, മാതൃകാപരമായ നടപടി സർക്കാർ എടുക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷാ രീതികൾ എടുക്കണമെന്നാണ് ബന്ധപ്പെട്ട മന്ത്രിമാരോടും അതുപോലെ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടെല്ലാം നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് എയർ1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.